ഹായ് ഫ്രണ്ട്സ്, ജോബീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് പഴയ ജെറുസലേമിലാണ്. ഇവിടെ മമില എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ 2-3 സ്ഥലങ്ങൾ കാണാൻ വേണ്ടി വന്നതാണ്. ഒന്ന് മമില സെമിട്രി ഉണ്ട്, മമില്ല പൂൾ, മമില മാൾ, അങ്ങനെ 3 സ്ഥലങ്ങൾ കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ആ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മമില്ല പൂളിലാണ്. നിങ്ങൾക്ക് നോക്കി കാണാമായിരിക്കും. ഇത് പഴയ ഒരു കുടിവെള്ള സ്രോതസ്സായിരുന്നു പഴയ ജെറുസലേമിലെ വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ ഒരു വെള്ളമൊന്നുമില്ല, വറ്റി വരണ്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്, നമുക്കതിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ അമർത്തി ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇസ്രായേലിലുള്ള സ്ഥലങ്ങളും പുതിയ പുതിയ വിശേഷങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് ജെറുസലേമിലെ ഏറ്റവും വലിയൊരു കുളത്തിനകത്തേക്കാണ്. ഇത് BC 1 മഹാനായ ഹേരോദാവ് നിർമ്മിച്ച 3 ജലസംഭരണികളിൽ ഒന്നാണ്. ഇതിനെ മാമില പൂൾ അല്ലെങ്കിൽ ബിർക്കറ്റ് മാമില എന്നും അറിയപ്പെടുന്നുണ്ട്. പഴയ കാലത്ത് ജെറുസലേം നിവാസികൾക്ക് വെള്ളം വിതരണം ചെയ്തിരുന്ന പുരാതന ജലസംഭരണികളിൽ ഒന്നാണ്. 30,000 ക്യൂബിക് മീറ്റർ ശേഷിയുള്ള ഒരു കുളമാണ് ഇത്. 300 അടി നീളവും 200 അടി വീതിയും 20 അടി താഴ്ചയുമുള്ള ഒരു കുളമാണ്. കുളം പഴയ നഗരത്തിലെ ക്രിസ്ത്യൻ ക്വാർട്ടറിലെ ഹെസക്കിയ കുളവുമായി ഒരു ഭൂഗർഭ ചാനൽ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. അപ്പർ അല്ലെങ്കിൽ ഹൈ ലെവൽ പൂൾ വഴിയാണ് വെള്ളം എത്തിക്കൊണ്ടിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ വെള്ളമൊന്നുമില്ല, ഇത് വർക്കിംഗ് ഒന്നുമല്ല, ഡ്രൈ ആയി കിടക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. അവിടെ കാട് പിടിച്ച് കിടക്കുന്നു, അടിയിൽ സിമെൻറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ വെള്ളമില്ലെങ്കിൽ പോലും വെള്ളമടി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇഷ്ടംപോലെ കുപ്പികൾ പൊട്ടിച്ചെടുക്കുന്ന കാണാൻ സാധിക്കും. ഇവിടെ കാണുവാൻ അധികം ഒന്നുമില്ലെങ്കിൽ പോലും ചരിത്രപരമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടെ. ഇതിൻ്റെ ചുറ്റുപാടും മുസ്ലിം സെമെട്രിയാണ്, അതായത് മുസ്ലിം സെമിത്തേരിയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന കുളത്തിൻ്റെയൊക്കെ മുകൾ ഭാഗത്ത് 4 സൈഡിലും നമുക്ക് ആ സെമെട്രി കാണാൻ സാധിക്കും. അതിനടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നതാണ്. 614 ബൈസ്റ്റാൻഡിൻ്റെ കാലത്ത് പേർഷ്യൻ ജെറുസലേം പിടിച്ചെടുത്ത സമയത്ത് നിരവധി ക്രിസ്ത്യാനികളെ ജൂതന്മാരുടെ സഹായത്തോടെ കൂട്ടക്കൊല ചെയ്ത് ഈ കുളത്തിൽ ഇട്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 60,000 യുദ്ധത്തടവുകാരെ കൊന്ന് ഈ കുളത്തിലിട്ടു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഇൻഡിപെൻഡൻസ് പാർക്കിൻ്റെയും മമില്ല മാളിൻ്റെയും ഏകദേശം നടുക്കായിട്ടാണ് ഈ പൂളും സിമെട്രിയും സ്ഥിതി ചെയ്യുന്നത്. ഇൻഡിപെൻഡൻസ് പാർക്കിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണാത്തവർക്ക് കാണാവുന്നതാണ്. മമില്ല മാളിൻ്റെയും മമില്ല സെമിട്രിയുടെയും വീഡിയോസ് അടുത്ത് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.